ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഹല്ലേലൂയ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ. ഹല്ലേലൂയ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വരെ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുവാനുള്ളത് ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അക്സത്തിന്റെ പിതാവായ കാലേബിനോട് ആമേൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തനിക്കൊരു അനുഗ്രഹം വേണമേ എന്ന് അപേക്ഷിച്ചതായിട്ട് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ മകൾ ആമേൻ ചോദിച്ച വിഷയത്തിന് കാലേബും മലകളുടെയും താഴ്വരകളുടെയും ഉറവുകളെ അനുഗ്രഹങ്ങളെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവാൻ ഈ പകൽക്കാലം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നാടുകളായി നീ ഭാരപ്പെട്ടു ഞരങ്ങി ഒരു അനുഗ്രഹത്തിനു വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ദൈവവേദരെ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുകയാ, നീ ഏത് വിഷയത്തിനാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ പകൽക്കാലം അതിന്മേലാ നീ പ്രാർത്ഥനയുടെ ആഴം നീ കൂട്ടിയാൽ പരിശുദ്ധാത്മാ പറയുകയാ, താഴ്വരകളിൽ നീ ഹല്ലേലൂയ കുഴികളെ വെട്ടാൻ തയ്യാറായാൽ അതിന്മേൽ ഹല്ലേലൂയ വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് പകൽക്കാലം നീ കാണുമെന്നുള്ളത് മറന്നു പോകരുത്. ഏതു വിഷയമായാലും അതിന്റെ മനഹതിയാരഘടകസി എത്ര വലിയ വിഷയമായാലും ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ, നീ ഒരു വിഷയത്തിനാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുന്ന ദൈവിക വാഗ്ദത്ത പ്രകാരം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പക്കൽ ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാലം ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.